Hello everyone, welcome back to yet another video of Nutshell Lines. Today I would like to deal with a poem which is entitled as Lady Lazarus and it is written by Sylvia Plath. Once again, welcome to the video. So as usual, before moving to the poem, I would like to share some details regarding the writer or the poet. Sylvia Plath, 1932 to 1963. She was an American poet and author and belongs to the category of confessional poets. അതായത് നമ്മുടെ സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്ന റൈറ്റർ അവരൊരു അമേരിക്കൻ പോയറ്റാണ്. അവരുടെ അവർ ബിലോങ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് പോയറ്റ്സ് ഉണ്ട്. ആ ഒരു പോയറ്റ്സിൻ്റെ പേരാണ് കൺഫെഷണൽ പോയറ്റ്സ് എന്ന് പറയും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് എന്താണ് കൺഫെഷണൽ പോയട്രി അല്ലെങ്കിൽ അവരെന്തിനെ പറ്റിയാണ് എഴുതുന്നത് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാന ഭാഗത്ത് അനാലിസിസ് ഭാഗത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഷി ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് കൺഫെഷണൽ പോയറ്റ്സ് and her notable works include The Colossus and Other Poems, Ariel and The Bell Jar. Bell Jar is a semi-autobiographical novel published shortly before her suicide in 1963. അതായത് സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്ന റൈറ്റർ അവർ പോംസ് ആണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ആൻഡ് ദി ടൈറ്റിൽ ഓഫ് ദി നോവൽ ഈസ് ദി ബെൽ ജാർ. ആൻഡ് ഈ ഒരു വർക്ക് അത് പബ്ലിഷ് ചെയ്യുന്നത് ദാറ്റ് ഈസ് പബ്ലിഷ് ഷോർട്ട്ലി ബിഫോർ ഹെർ സൂയിസൈഡ്. അവർ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദി ഇയർ 1963. The collected poems was published in 1981 and for this she was awarded a Pulitzer Prize in Poetry in 1982 posthumously. അതായത് അവർക്ക് ഒത്തിരി അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഷീ വാസ് അവോർഡഡ് പുലിറ്റ്സർ പ്രൈസ്. പക്ഷെ അതും അവരുടെ മരണത്തിന് ശേഷമാണ് അവർക്ക് ലഭിക്കുന്നത്. ആൻഡ് ഷീ മാരീഡ് ടു ടെഡ് ഹ്യൂഗ്സ് ഇൻ 1956. പിന്നീട് അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് പറയുവാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ടെഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്ന ഒരു റൈറ്റർ തന്നെയാണ്. ആൻഡ് ദേ ലിവ് ടുഗെദർ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദെൻ ഇൻ ഇംഗ്ലണ്ട്. അതായത് അവരുടെ ആ ഒരു ഹാപ്പി ലൈഫായിരുന്നു തുടക്കത്തിലൊക്കെ. അത് ഇറ്റ് വാസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു. പിന്നെ അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ദേ ഹാഡ് 2 children ബിഫോർ സെപ്പറേറ്റിംഗ് ഇൻ 1962. അതായത് പിന്നീട് അവരുടെ ലൈഫ് അത്ര സുഖകരമായിരുന്നില്ല. സോ ഒരു അൺഹാപ്പി മാരീഡ് ലൈഫിലേക്ക് അവർ പോവായിരുന്നു. അപ്പം ദെൻ എന്താ പറയുക, കുറച്ച് നാളുകൾക്ക് ശേഷം ദേ സെപ്പറേറ്റഡ് ആൻഡ് അത് 1962 ആൻഡ് ദേ ഹാഡ് 2 children. And Sylvia Plath was clinically depressed for most of her adult life and was treated multiple times. ഇനിയാണ് നമ്മളുടെ പോയറ്റിനെ പറ്റി പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ പോയറ്റ് എന്ന് പറയുന്നത് ഷീ വാസ് ഒരു എന്താ പറയുക ഒരു ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അവർക്ക് ഭയങ്കര ഡിപ്രഷൻ അവരെപ്പോഴും അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് മൾട്ടിപ്പിൾ ടൈംസ് ആണ് അവർ സൂയിസൈഡ് അറ്റംപ്റ്റിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, മരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ ഒരു ഡിപ്രഷൻ, ആ ഒരു മെൻ്റൽ ഇൽനെസ് മാറാൻ വേണ്ടിയിട്ട് അവർ പല പ്രാവശ്യം അവരെ ചികിത്സിച്ചിട്ടുമുണ്ട്. പക്ഷേ പല പ്രാവശ്യം ചികിത്സിച്ചു, പല പ്രാവശ്യം അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇങ്ങനെ പല രീതിയിലാണ് അവരുടെ ലൈഫ് പോകുന്നത്. ആൻഡ് ഷീ ട്രൈഡ് ട്വൈസ് ടു ടേക്ക് ഹെർ ഓൺ ലൈഫ് ആൻഡ് ഷീ ഡൈഡ് ബൈ സൂയിസൈഡ് ഓൺ February 11, 1963 by placing her head in an oven and inhaling നാച്ചുറൽ ഗ്യാസ്. അങ്ങനെ അവർ പലതവണ ഞാൻ പറഞ്ഞു സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചിരുന്നു. ബട്ട് ഒരു 1963 ആയപ്പോഴേക്കും 2 പ്രാവശ്യത്തെ ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് സക്സസ് ആയില്ല. ആൻഡ് ലേറ്റർ 3rd ടൈമാണ് അവർ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത്. അത് വിചിത്രമായ രീതിയിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് അവരുടെ ഹെഡ് അവർ അവനിൽ കീപ്പ് ചെയ്തിട്ട് പ്ലേസ് ചെയ്തു, എന്നിട്ട് അങ്ങനെ ബേൺ ചെയ്താണ്, ഇൻഹെയിൽ ചെയ്ത് നാച്ചുറൽ ഗ്യാസ് ഇൻഹെയിൽ ചെയ്ത് അങ്ങനെയാണ് അവർ മരിക്കുന്നത്. And her death is widely attributed to clinical depression, a condition she had struggled with for a significant part of her life. അപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ഡെത്തിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ഷീ വാസ് ട്രീറ്റഡ് എന്താ പറയുന്നത് ഒരു മെൻ്റൽ ഇൽനെസ്സിന് ട്രീറ്റ് ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണ്. ആൻഡ് ക്ലിനിക്കൽ ഡിപ്രഷനുണ്ട്. അവർ ഭയങ്കരധികം മാനസിക സംഘർഷങ്ങൾ അവരുടെ ലൈഫിൽ നേരിടേണ്ടി വന്നിരുന്നു. അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ഷീ കമ്മിറ്റഡ് സൂയിസൈഡ് എന്നുള്ളത്.
and Hughes, her husband, was deeply affected by her death and felt guilt over their separation. He later published her poems posthumously. അപ്പം ടെഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്ന റൈറ്റർ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഇവരായിട്ടുള്ള ഒരു സെപ്പറേഷന് ശേഷം ഇവരുടെ മരണാനന്തരം അയാൾക്കൊരു ഒരു ഒരു ഗിൽറ്റി ഫീൽ വരികയും അയാൾ എന്താ പറയുന്നത് അവരുടെ പബ്ലിഷ് ചെയ്യാൻ വെച്ചിരുന്ന മറ്റ് പോയംസൊക്കെ അവരുടെ മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. And major themes in her works include death, rebirth, patriarchy, female oppression, identity and selfhood. അപ്പോൾ ഇവരുടെ വർക്ക്സിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ വർക്ക്സിൽ വരുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് ആക്ച്വലി ഡീൽ വിത്ത് ദി കോൺസെപ്റ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, റീബേർത്ത് ഉണ്ട്, പാട്രിയാർക്കി ഉണ്ട്, ഫീമെയിൽ ഒപ്രഷൻ ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, സെൽഫ്ഹുഡ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയാണ് എപ്പോഴും ഇവരുടെ വർക്ക്സിൽ വരുന്നത്. ആൻഡ് ഇതാണ് മെയിനായിട്ട് നമുക്ക് അബൌട്ട് ദി ഓഥർ പറയാൻ പറ്റുന്നത്. ഇനി ഐ ആം മൂവിങ് ടു ദി സമ്മറി പാർട്ട് ഓഫ് ദി പോം, ദറ്റ് ഈസ് ലേഡി ലാസറസ്. ഓക്കെ, സോ ഇത് ഇച്ചിരി ക്വൈറ്റ് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പോമാണ്, ബട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. I have done it again, 1 year in every 10 I manage it. അപ്പോൾ നമ്മളുടെ പോയം ഫോക്കസ് ചെയ്യുന്നത്, ദിസ് പെർട്ടിക്കുലർ പോയം ഫോക്കസസ് എ ജൂയിഷ് വുമൺ ഹു ഈസ് അൺഎബിൾ ടു ഡൈ. മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ജൂയിഷ് സ്ത്രീ അല്ലെങ്കിൽ ഒരു ജൂയിഷ് ലേഡീനെയാണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് വേറൊരു വശമുണ്ട്. കാരണം നമ്മുടെ സിൽവിയ പ്ലാത്തിൻ്റെ ഫാദർ എന്താ പറയുന്നത്, ഹീസ് ഫ്രം ജർമ്മൻ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു നാസി അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ആ ഒരു ടൈം പീരീഡിലുണ്ടായിരുന്ന കുറേ ഹോളോകോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ജൂസിനെ എന്താ പറയുക അലട്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഹിറ്റ്ലറിൻ്റെ ടൈമിൽ. ആ ഒരു കാര്യങ്ങളുടെയൊക്കെ ആ ഒരു ട്രോമ നമ്മുടെ സിൽവിയ പ്ലാത്തും അനുഭവിച്ചിരുന്നു. ബിക്കോസ് ഹിസ് ഫാദർ ഓട്ടോ പ്ലാത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ജർമ്മൻ വേരുകളുള്ള അല്ലെങ്കിൽ ജർമ്മൻ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. സോ ആക്ച്വലി നമ്മുടെ റൈറ്ററിന് അറിയാം ആസ് എ എന്താ പറയുന്നത് ഒരു ജർമ്മൻ ഒറിജിനുള്ള ഒരു ആൾക്ക് ഡെഫിനറ്റായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ആ ഒരു ഭീഷണിയുടെയൊക്കെ സ്വഭാവവും കാര്യങ്ങളൊക്കെ വരും. സോ അവളുടെ ഫാദറിൽ നിന്ന് തന്നെ അവർ ഫ്രം ഹർ വെരി ഏർലി ചൈൽഡ്ഹുഡ് അവർക്ക് ഒത്തിരി മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അറ്റ് ദി സെയിം ടൈം ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നും എന്താ പറയുക ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു മാരിറ്റൽ ലൈഫ് ആയിരുന്നില്ല. സോ അവർക്ക് ഒത്തിരി ട്രോമാസ് ഉണ്ട്, ഒത്തിരി മെൻ്റൽ ഇൽനെസ് ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ദർ ഈസ് എ ലേഡി ആൻഡ് ദിസ് പെർട്ടിക്കുലർ ലേഡി ഈസ് ട്രൈങ് ടു ഡൈ മൾട്ടിപ്പിൾ ടൈംസ്. ഒത്തിരി സമയം മരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്ന ഒരു ജൂയിഷ് ലേഡിയാണ് ഈ ഒരു സ്പീക്കർ എന്ന് നമുക്ക് പറയാൻ പറ്റും, സ്പീക്കർ ഓഫ് ദി പോം. ഇനി നമുക്ക് പോയത്തിലേക്ക് പോകാം. ഐ ഹാവ് ഡൺ ഇറ്റ് എഗെയിൻ 1 year in every 10 I manage it. പറയുവാണ് ഞാൻ ഓരോ 10 വർഷം കൂടുമ്പോഴും മരിക്കാൻ ശ്രമിക്കും. ഐ ഹാവ് ഡൺ ഇറ്റ് എഗെയിൻ, ഞാൻ വീണ്ടും അത് ചെയ്യുവാണ്. ഞാൻ വീണ്ടും എന്താ ചെയ്യുന്നത്, മരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ഷീ മാനേജസ് ടു കിൽ ഹെർസെൽഫ് ആൻഡ് ഷീ കം ബാക്സ് ടു ലൈഫ്. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. A sort of walking miracle, my skin bright as a Nazi lampshade, my right foot a paperweight, my face a featureless fine jewel linen. അപ്പോൾ അവൾ പറയുവാണ്, എന്നെ കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്താ, ദേ വാക്കിംഗ് മിറാക്കിളാണ്. അതായത് അവളെന്ന് പറഞ്ഞ ഒരു അത്ഭുതമാണ്. ബിക്കോസ് എത്ര പ്രാവശ്യം മരിക്കാൻ ശ്രമിച്ചിട്ട് അവൾക്ക് മരിക്കാൻ പറ്റുന്നില്ല. അപ്പം മരണത്തെ ജയിച്ച് വന്ന എന്നെ ആളുകൾ വയ്ക്കുന്നത് എന്താ പറയുക ഒരു വാക്കിംഗ് മിറാക്കിൾ എന്നാണ്. ആൻഡ് മൈ സ്കിൻ ബ്രൈറ്റ് എസ് നാസി ലാംപ് ഷെയ്ഡ്. എൻ്റെ സ്കിന്ന് നിങ്ങൾ നോക്കുക, എൻ്റെ സ്കിന്ന് ഭയങ്കര പെയിലാണ്. അതായത് നാസി ലാംപ് ഷെയ്ഡ് പോലെയാണെന്നാണ് പറയുന്നത്. അതായത് പണ്ട് ഈ നാസി ഈ ഹിറ്റ്ലറിൻ്റെ ടൈം പീരീഡിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാസീസ് ദേ മെയ്ഡ് എന്താ പറയുക ലാംപ് ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജ്യൂസിൻ്റെ സ്കിൻ ഉപയോഗിക്കുമായിരുന്നു. അവരുടെ സ്കിൻ എടുത്തിട്ടാണ് ലാംപ് ഷെയ്ഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കൂ, അതുപോലെയാണ് എൻ്റെ സ്കിന്നിരിക്കുന്നത്. ആൻഡ് മൈ റൈറ്റ് ഫുട്ട് എ പേപ്പർ വെയ്റ്റ്. എൻ്റെ റൈറ്റ് ഫുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ്സ് ലൈക്ക് അതായത് ഈ നാസി ദേ ആക്ച്വലി മെയ്ഡ് പേപ്പർ വെയ്റ്റ് ഉണ്ടാക്കുമായിരുന്നു ബൈ യൂസിങ് ഫൂട്ട് ഓഫ് ജ്യൂസിൻ്റെ ഫൂട്ട് നിന്ന് അവർ എന്താ പറയുക പേപ്പർ വെയ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഇത് പറഞ്ഞ പോലെ കണ്ടോ എൻ്റെ ഫൂട്ട് വെച്ചിട്ട് അവർ പേപ്പർ വെയ്റ്റ് ഉണ്ടാക്കി. അതുപോലെ മൈ ഫേസ് ഫീച്ചർലെസ് ഫൈൻ ജൂൺ ലിനൻ. അപ്പോൾ എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക
അതായത് നമ്മൾ മമ്മീസിനെയൊക്കെ കവർ ചെയ്യില്ലേ, അതുപോലെ എൻ്റെ ഫേസ് എന്ത് ചെയ്ത് വെച്ചേക്കുക, ഇറ്റ് ഈസ് റാപ്ഡ്, അതായത് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എ ഫൈൻ പീസ് ഓഫ് ജൂഷ് ലിനൻ ക്ലോത്ത്, ഒരു ജൂഷ് ലിനൻ ക്ലോത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ എന്താ പറയുന്നത്, അവളുടെ ബോഡി പാർട്സൊക്കെ അവൾ പറയുവാണ്, ഷീ ഈസ് ആക്ച്വലി ഒബ്സ്ക്യൂറിങ് ഹെർ ഫീച്ചേഴ്സ്. അതായത് എന്താ പറയുക, എൻ്റെ സ്കിൻ നോക്കൂ, അത് നാസി ലാംപ് ഷെയ്ഡിൻ്റെ ഉണ്ടാക്കുന്ന സ്കിൻ പോലെയാണ്. എൻ്റെ റൈറ്റ് ഫൂട്ട് അവരെ പേപ്പർ വെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കാര്യമാണ്. എൻ്റെ ഫേസ് നോക്കൂ, എൻ്റെ ഫേസ് ഭയങ്കര ഡിസ്ഫിഗേർഡായി, എൻ്റെ ഫേസ് കാണാൻ അത്ര ഭംഗിയുള്ളതൊന്നുമല്ല, ഫീച്ചർലെസ് ആയിപ്പോയി, ഒരു ജൂ ലിനൻ പോലെ എന്നൊക്കെ അവൾ പറയുവാണ്. സോ ജൂ ലിനൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലിനൻ ദാറ്റ് ജ്യൂസ് വോർ, ജ്യൂസ് ഉപയോഗിക്കുന്ന ലിനൻ ക്ലോത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു ജൂയിഷ് ലേഡി ആണെന്ന് അവൾ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കോൺസെപ്റ്റാണ് കാണിക്കുന്നത്. ആൻഡ് പീൽ ഓഫ് ദ നാപ്കിൻ ഓ മൈ എനിമി ഡു ഐ ടെറിഫൈ എന്നിട്ട് ചോദിക്കുവാണ് എൻ്റെ പീൽ ഓഫ് ദി നാപ്കിൻ, അതായത് ദി സ്പീക്കർ ഷീ കോൾസ് ഔട്ട് ടു ഹെർ എനിമി, അവളുടെ എനിമീസിനെ അവൾ വിളിക്കുകയാണ്. ഇവിടെ എനിമി എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, അവൾ മരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മേ ബി അത് അവളുടെ ഡോക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ അവിടെ കൂടെ നിൽക്കുന്ന പുരുഷന്മാരാകാം, ആരും ആയിക്കോട്ടെ, അവരോട് പറയുവാണ് എന്താണ്, ഷീ ആക്ച്വലി കോൾസ് ഹെർ എനിമി, അവരെയാണ് എനിമീസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ടെല്ലിങ് ദം ടു അൺറാപ്പ് ദിസ് ക്ലോത്ത്, ഈ ജൂഷ് ലിനൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ മമ്മീസിൻ്റെ പോലെ മൂടി വെച്ചിരിക്കുകയാണ്, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അൺറാപ്പ് ചെയ്യുക, അതായത് ഇത് തുറന്ന് ഇതൊന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിക്കുവാണ്. ആൻഡ് ദെൻ ഷീ ആസ് ഇഫ് ഷീ ഫ്രൈറ്റൻസ് ദം, എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ പേടിപ്പിച്ചോ, നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ എന്നെ കണ്ടിട്ട്, എൻ്റെ ഈ ഒരു വിരൂപം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വിചിത്രമായ മുഖം ഒക്കെ കണ്ടിട്ട്. ബിക്കോസ് അവൾ ഡെത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഡെത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവളുടെ മുഖം എങ്ങനെയായിരിക്കും, അവളുടെ ശരീരം എങ്ങനെയായിരിക്കും, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ പേടിയാവുന്നുണ്ടോ എന്നെ, അതായത് ഞാൻ മരണത്തിന് കീഴടങ്ങാൻ പോകുന്ന ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പേടിയാവുന്നുണ്ട് എൻ്റെ രൂപം കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കുവാണ്. ദി നോസ്, ദി ഐ പിറ്റ്സ്, ദ ഫുൾ സെറ്റ് ഓഫ് ടീത്ത്, ദ സോർ ബ്രെത്ത് വിൽ വാനിഷ് ഇൻ എ ഡേ. എന്നിട്ട് അവൾ പറയുവാണ് എന്താണ്, എൻ്റെ മൂക്ക് നോക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഐ പിറ്റ്സ്, എൻ്റെ കൺകുഴികൾ നോക്കുക, അല്ലെങ്കിൽ ദ ഫുൾ സെറ്റ് ഓഫ് ടീത്ത്, എൻ്റെ പല്ലുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ. ദ സോർ ബ്രെത്ത് വിൽ വാനിഷ് ഇൻ എ ഡേ, പിന്നെ എൻ്റെ വായിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു സ്മെല്ല് വരാം, ഒരു സോർ ബ്രെത്ത്, എനിക്ക് ആ ഒരു ശ്വാസം എൻ്റെ മോശമായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവാം, അതൊക്കെ ഒരു ദിവസം പോകും എന്നവൾ പറയുവാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ പേടിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുവാണ്. ആൻഡ് സൂൺ ദ ഫ്ലഷ് ദ ഗ്രേവ് കേവ് 8 വിൽ ബി അറ്റ് ഹോം ഓൺ മീ ആൻഡ് ഐ എ സ്മൈലിംഗ് വുമൺ, ഐ ആം ഓൺലി 30 ആൻഡ് ലൈക്ക് ദ ക്യാറ്റ് ഐ ഹാവ് 9 times ടു ഡൈ. എന്നിട്ട് അവൾ പറയുവാണ്, നിങ്ങൾ നോക്കൂ, അതായത് ഒരാൾ മരിച്ചു, അവൾ മരിക്കാൻ പോയ ഒരാളാണ്, അപ്പോൾ മരണത്തിൻ്റെ അറ്റത്തെത്തി, അല്ലെങ്കിൽ അവളുടെ ആ ഒരു മരണവെപ്രാളത്തിൽ അല്ല അവൾ കാണിച്ചു കൂട്ടുമ്പോൾ അവളുടെ ബോഡി ശരിക്കും ഒരു ഡെഡ് ബോഡി പോലെയായി. കാരണം ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട്, മേ ബി അവൾ തിരഞ്ഞെടുക്കുന്ന രീതിയാവാം, മരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന രീതി പല രീതികളുണ്ടല്ലോ സൂസൈഡ് അറ്റംപ്റ്റിന്. അപ്പോൾ അവൾ പറയുന്നത് എൻ്റെ ഫ്ലഷൊക്കെ പോയി, ഞാൻ ഞാൻ വളരെ ഡിസ്ഫിഗേർഡായി, ഞാൻ വളരെ ഫീച്ചർലെസ്സായി മാറി, പക്ഷേ ഞാൻ എപ്പോഴേ ലൈഫിലേക്ക് തിരിച്ചു വരുന്നോ അപ്പോൾ ഞാൻ ഒരു സ്മൈലിംഗ് വുമണായിട്ട് മാറി, എൻ്റെ ഈ ഒരു വിരൂപമൊക്കെ മാറി, ഞാൻ ഒരു സാധാരണ ഒരു സ്ത്രീകളെ പോലെ തന്നെ ഐ എം ബാക്ക് ടു ലൈഫ്. ഓക്കെ, എന്നിട്ട് അവൾ പറയുവാണ് ഐ ആം ഓൺലി 30, എനിക്ക് 30 വയസ്സേ ഉള്ളൂ. ആൻഡ് ലൈക്ക് ദ ക്യാറ്റ് ഐ ഹാവ് 9 times ടു ഡൈ. പൂച്ചയ്ക്ക് നമ്മൾ പറയും, പൂച്ചയ്ക്ക് ഒരു 9 ജന്മം ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറയും. അതായത് പൂച്ച പെട്ടെന്ന് ചാവില്ല. പൂച്ച ഓരോ പ്രാവശ്യം മേ ബി നമ്മൾ മരിക്കുന്നു വിചാരിച്ചാലും അത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു വരും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് പുനർജന്മം പോലെ വീണ്ടും അത് ബാക്ക് ടു ലൈഫിലേക്ക് വളരെ പവർഫുള്ളായിട്ട് വരും. സോ ലൈക്ക് ക്യാറ്റിൻ്റെ പോലെ തന്നെയാണ്, ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് നമ്പർ 3. പൂച്ചയ്ക്ക് 9 ആണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഞാനിത് 3ാമത്തെ തവണയാണ് ഞാൻ ചെയ്യാൻ നോക്കുന്നത്. വാട്ട് എ ട്രാഷ് ടു അനിഹിലേറ്റ് ഈച്ച് ഡെക്കേഡ്. അവൾ പറയാണ്, ഷോ എന്തൊരു കഷ്ടമാണ്, ഓരോ പ്രാവശ്യവും ഞാൻ മരിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ 10 വർഷം കൂടുമ്പോഴും ഞാനിങ്ങനെ ചാകാൻ ശ്രമിച്ചിട്ട് എനിക്ക് മരിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ, അത് ഭയങ്കര ഷെയിമായിട്ടുള്ള കാര്യമാണ് എന്നവൾ പറയണം. വാട്ട് എ മില്യൺ ഫിലമെൻറ്റ്സ് ദ പീനട്ട് ക്രഞ്ചിങ് ക്രൗഡ് ഷോസ് ഇൻ ടു സീ ദം
അൺറാപ്പ് മീ ഹാൻഡ് ആൻഡ് ഫുഡ് ദ ബിഗ് സ്ട്രിപ്റ്റീസ്. എന്നിട്ട് അവൾ പറയുവാണ്, ഞാൻ ഈ മരണത്തെ ജയിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്നെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. ബിക്കോസ് ഷീ ആക്ച്വലി സീംസ് ടു ബി ലൈക്ക് എ ഡെഡ് ബോഡി. അവളെ കാണുമ്പോൾ നമുക്കൊരു ഡെഡ് ബോഡി ഫീലിംഗ് ആണ്. കാരണം അവളുടെ മുഖമൊക്കെ ഡിസ്ഫിഗേർഡായി, അവളാകെ ഫീച്ചർലെസ് ആയി, അവളെ കാണാൻ ഭംഗിയില്ല, വളരെ പെയിലായി, ജൂയിഷ് ലിനൻ ക്ലോത്ത് പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവൾ പറയാണ്, എന്നെ കാണാൻ വരുന്ന ആൾക്കാർ ഏതോ മറ്റേ നമ്മൾ ഈ സർക്കസ് പെർഫോമൻസിലൊക്കെ പെർഫോമൻസ് തുടങ്ങാൻ നേരത്തെ ആളുകൾ വന്നിരിക്കില്ലേ, എന്നുവെച്ചാൽ വളരെ സില്ലി ആയിട്ട് എന്തോ ഒരു കാര്യം കാണുന്ന പോലെയാണ് ആൾക്കാർ വന്ന് എന്നെ കണ്ടിട്ട് പോകുന്നത്. ദേ ആർ ആക്ച്വലി എന്താ പറയുക, പീനട്ട് ക്രഞ്ചിങ് ക്രൗഡ് എന്ന് പറയുന്നുണ്ട്. ആൾക്കാർ ചുമ്മാ ഇങ്ങനെ പീനട്ട് കുറിച്ചുകൊണ്ടിരിക്കുക എന്നെ ഇങ്ങനെ കണ്ടിട്ട്. ഡെഡ് ബോഡി പോലെ, അതായത് മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവളെന്ന് പറയുന്നതിൽ എന്തോ മ്യൂസിയത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ വളരെ സില്ലിയായിട്ട് നടക്കത്തില്ലേ, അതുപോലെ എന്നെ കാണുകയാണ് ആളുകൾ. ആൻഡ് അവൾ പറയുവാണ്, അൺറാപ്പ് മീ ഹാൻഡ് ആൻഡ് ഫുഡ് ദ ബിഗ് സ്ട്രിപ്റ്റീസ്. അപ്പം നിങ്ങൾ എന്നെ അൺറാപ്പ് ചെയ്യും, എന്നെ ഇതിൽ നിന്നൊക്കെ എൻ്റെ ഇതൊക്കെ ഒന്ന് അഴിച്ചതാ. ഞാൻ എന്താ പറയുക, ബിഗ് സ്ട്രിപ്റ്റീസ്, അതായത് എന്തോ ഒരു പെർഫോമൻസ് കണക്കെ ഞാനിത് എന്താ പറയുക, എന്നെ അൺകവർ ചെയ്യൂ, ഞാൻ എന്നെ കാണിച്ചു തരാമെന്ന് അവൾ പറയുവാണ്. ജെൻറ്റിൽമാൻ ലേഡീസ്, ദീസ് ആർ മൈ ഹാൻഡ്സ്, മൈ നീസ്, ഐ മേ ബി സ്കിൻ ആൻഡ് ബോൺ. അപ്പോൾ അവൾ പറയുകയാണ്, ഇതാണ് എൻ്റെ കൈകൾ, ഇതാണ് എൻ്റെ കാലുകൾ, ഇതാണ് എൻ്റെ മുട്ട്, ഇത് കാൽമുട്ട്, കൈമുട്ട്. ഇങ്ങനെ അവളെ തന്നെ എന്താ പറയുക, ഷീ ഈസ് ആക്ച്വലി പ്രസൻറ്റിങ് ഹെർസെൽഫ് ടു ദ പബ്ലിക്കിനെ അവൾ എന്താ പറയുക, അവളുടെ ഓരോ ബോഡി പാർട്സ് ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് കാണിക്കുവാണ്. ഐ മേ ബി സ്കിൻ ആൻഡ് ബോൺ, നെവർദലെസ് ഐ ആം ദ സെയിം ഐഡൻറ്റിക്കൽ വുമൺ. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ മരണത്തിന് അങ്ങേ അറ്റം വരെ പോയവളല്ലേ, അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ എല്ലും തോലായിട്ടുണ്ടാവാം, അതായത് അതാണ് ആ പറയുന്നത്, ഐ മേ ബി സ്കിൻ ആൻഡ് ബോൺ, ഞാൻ വിരൂപയായിട്ടുണ്ടാവാം, ഞാൻ എന്താ പറയുക ബോൺ ആയിട്ട് അങ്ങനെ ആയിപ്പോയിട്ടുണ്ടാവാം, പക്ഷേ ഐ ആം ദി സെയിം ഐഡൻറ്റിക്കൽ വുമൺ, എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഹാപ്പൻഡ് ഐ വാസ് 10. ഇനി അവൾ പറയുവാണ് എന്തൊക്കെ സൂയിസൈഡ് അറ്റംപ്റ്റാണ് അവൾ നടത്തിയിട്ടുള്ളത്. ആദ്യത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത് അവൾ ഷി വാസ് 10, അവളൊരു 10 വയസ്സുള്ളപ്പോഴാണ്. ആൻഡ് ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്, അതൊരു ആക്സിഡൻ്റലി സംഭവിച്ചൊരു കാര്യമാണ്. അവൾക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല, മേ ബി ഒരു ട്രയൽ നടത്തിയതാവാം. ദ സെക്കൻഡ് ടൈം ഐ മെൻറ്റ് ടു ലാസ്റ്റ് ഇറ്റ് ഔട്ട് ആൻഡ് നോട്ട് കം ബാക്ക് അറ്റ് ഓൾ. രണ്ടാമത്തെ തവണ പക്ഷേ അങ്ങനെയല്ല, ഞാൻ ചെയ്യണം എന്ന് കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ്. അതായത് ഞാൻ ചെയ്യണം എന്ന് വെച്ചാൽ ഇൻറ്റൻഷനലി ഞാൻ ചെയ്തതാണ്, തിരിച്ചു വരരുതെന്നുള്ള ആഗ്രഹത്തിൽ. അതിനവൾ എന്താ ചെയ്തത്, ഐ റോക്ക്ഡ് ഷട്ട് ആസ് എ സീഷെൽ. അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അവളെ തന്നെ, അത് വായു സഞ്ചാരം ഇല്ലാത്ത, എയർ പാസിങ് ഇല്ലാത്ത ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അവളെ തന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത്. ആൻഡ് ദേ ഹാഡ് ടു കോൾ ആൻഡ് പിക്ക് ദ വേംസ് ഓഫ് മീ ലൈക്ക് സ്റ്റിക്കി പേൾസ്. പക്ഷേ ഈ ആളുകൾ മുഴുവനും അവളെ വന്ന് എന്ത് ചെയ്യുക, അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് അവളെ രക്ഷപ്പെടുത്തി. ആൻഡ് ദ പിക്ക് ദ വേംസ് ഓഫ് മീ ലൈക്ക് സ്റ്റിക്കി പേൾസ്. അപ്പോൾ എൻ്റെ മേത്തുള്ള വേംസിനെ അവർ എന്താ പറയുക, പേൾസിന് എടുക്കുന്ന പോലെ ഇങ്ങനെ പിക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് അവൾ എന്താ പറയുക, അത്രയും ദിവസം ആ സെല്ലറിൻ്റെ ഉള്ളിൽ അവിടെ കിടന്നപ്പോഴേക്കും ഷീ ആക്ച്വലി എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒരു ഡെഡ് ബോഡി വൈസ് ആയി അവളുടെ ബോഡി എന്ന് പറയുന്നത്. സോ ആളുകൾ വന്ന് അവളെ രക്ഷിച്ചപ്പോൾ അവൾ വീണ്ടും ബാക്ക് ടു ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അത്രയും ഡീക്കേ ആയി തുടങ്ങി അവൾ എന്നുള്ളതാണ് ആ കാണിക്കുന്നത്, അവളുടെ ബോഡി. എന്നിട്ട് അവൾ പറയുവാണ്, ഡൈയിങ് ഈസ് ആൻ ആർട്ട് ലൈക്ക് എവറിത്തിങ് എൽസ്. അപ്പം ഞാനൊരു കാര്യം പറയാം, മരണം അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് അതൊരു കലയാണ്, ലൈക്ക് എവറിത്തിങ് എൽസ്, മറ്റു കാര്യങ്ങൾ പോലെ തന്നെ. ഐ ഡൂ ഇറ്റ് എക്സെപ്ഷണലി വെൽ, ഞാൻ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ഡൂ ഇറ്റ് സോ ഇറ്റ് ഫീൽസ് ലൈക്ക് ദ ഹെൽ, ഐ ഡൂ ഇറ്റ് സോ ഇറ്റ് ഫീൽസ് റിയൽ, ഐ ഗെസ് യു കുഡ് സേ ഐ ഹാവ് എ കോൾ. അപ്പം ഞാൻ വെറുതെ ചെയ്യുന്നതല്ല, ഐ ഹാവ് എ കോൾ, എനിക്കിത് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ ഉറച്ചൊരു ബോധ്യമുണ്ട്. ദാറ്റ് ഷുഡ് ബി റിയൽ, അത് റിയൽ ആണ്. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഹെൽ. അപ്പം എനിക്ക് മരണത്തിനുള്ളൊരു വിളിയുണ്ട്. ഇറ്റ്സ് ഈസി എനഫ് ടു ഡൂ ഇറ്റ് ഇൻ എ സെൽ, ഇറ്റ്സ് ഈസി എനഫ് ടു ഡൂ ഇറ്റ് അറ്റ് stay put, it's the theatrical comeback in broad day to the same place, the same face, the same brute amused to shout. അപ്പോൾ അവൾ പറയാണ്, ഒരു സെല്ലിനുള്ളിൽ അടച്ചിരിക്കാൻ വളരെ ഈസിയാണ്, മരിക്കാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ ആ ഒരു തിയേറ്ററിക്കൽ കംബാക്ക് ഉണ്ടല്ലോ, അതായത് തിരിച്ച് മരണത്തെ ജയിച്ച് നമ്മൾ വരുന്ന ഒരു തിരിച്ചു വരവുണ്ടല്ലോ, അതാണ് ടു ദ സെയിം പ്ലേസ് ആൻഡ് ദ സെയിം ഫേസ് ആൻഡ് ദ സെയിം ബ്രൂട്ട് അമ്യൂസ്ഡ് ഷൗട്ട്. ആളുകളുടെ മുമ്പിലേക്ക് അവൾ വീണ്ടും തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് പറയുന്നത്. ദറ്റ് ഈസ് ദ റിട്ടേൺ ടു ദ എക്സാക്ട് സെയിം സ്പോട്ട് വിത്ത് ദ സെയിം ഫേസ് ആൻഡ് സ്റ്റെയറിങ് അറ്റ് ഹെർ യെല്ലിങ് ഇൻ ദ സെയിം ഓൾഡ് വോയിസ്. അപ്പോഴും ആളുകൾ പറയാണ്, മിറാക്കിൾ, ഭയങ്കര അത്ഭുതം, ഇവൾ ഇവിടെ നിന്നും ജയിച്ചു വന്നല്ലോ, അല്ലെങ്കിൽ ഇതിനെയും അവൾ
സൂയിസൈഡ് ചെയ്തിട്ട് അവൾ മരിച്ചില്ലല്ലോ, ദാറ്റ് നോക്സ് മീ ഔട്ട്. അതാണ് അവളെ എന്ത് ചെയ്യുന്നത്, നോക്സ് ചെയ്യുന്നത്. എന്നിട്ട് അവൾ പറയുവാണ്, ദർ ഈസ് എ ചാർജ് ഫോർ ദി ഐയിങ് ഓഫ് മൈ സ്കാർസ്. ഇനി നിങ്ങളെന്നെ കാണാൻ വരുന്നുണ്ട്, നിങ്ങളങ്ങനെ വെറുതെ ഒന്നും വരണ്ട, എന്നെ കാണാൻ വരണമെങ്കിൽ എൻ്റെ കണ്ണിൽ ഐയിങ് ഓഫ് മൈ സ്കാർസ്, അല്ലെങ്കിൽ ദർ ഈസ് എ ചാർജ് ഫോർ ദി ഹിയറിങ് ഓഫ് മൈ ഹാർട്ട്, ഇറ്റ് റിയലി ഗോസ്. എന്നെ കാണാൻ വന്നവർ വെറും കൈ ആയിട്ട് വരരുത്. എന്നെ കാണാൻ വന്നവർ, ഇഫ് ദ പീപ്പിൾ വോണ്ട് ടു ലുക്ക് അറ്റ് ഹർ, ലുക്ക് അറ്റ് ഹേർ സ്കാർസ്, ദേ വിൽ ഹാവ് ടു പേ. അവർ എന്തെങ്കിലും ഒരു മണി അല്ലെങ്കിൽ ഒരു ചാർജ് പേ ചെയ്യണം എന്ന് അവൾ പറയുവാണ്. കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടി മരണത്തിൽ നിന്ന് മരിക്കാൻ പോയ ഒരാളാണ്, എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തിയാണ്. അപ്പം ഞാനൊരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിയേച്ചറാണ്. സോ എന്നെ കാണുമ്പോൾ എന്താ പറയുക, നിങ്ങൾ പൈസ എന്തെങ്കിലും കാണണം, എൻ്റെ കണ്ണ് കാണണമെങ്കിലോ എൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണമെങ്കിലോ, ആൻഡ് ദർ ഈസ് എ ചാർജ്, എ വെരി ലാർജ് ചാർജ് ഫോർ എ വേർഡ് ഓർ എ ടച്ച്. ഒരു വേർഡ് വായിൽ നിന്ന് വരാനോ അല്ലെങ്കിൽ ഒരു ടച്ചിനോ അല്ലെങ്കിൽ എ ബിറ്റ് ഓഫ് ബ്ലഡ് ഓർ എ പീസ് ഓഫ് മൈ ഹെയർ ഓർ മൈ ക്ലോത്ത്സ്, എൻ്റെ ക്ലോത്ത്സോ എൻ്റെ ഹെയറോ എന്തെങ്കിലും തൊടുകയോ കാണുകയൊക്കെ ചെയ്യുന്നെങ്കിൽ യു ഷുഡ് പേ. നിങ്ങളൊരു എമൗണ്ട് പേ ചെയ്യണം. കാരണം ഞാൻ അത്രയും എന്താ പറയുക, ഒരു സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഹർ ഡോക്ടർ സോ ഹർ എനിമി. അപ്പോൾ ഇവിടെ ഡോക്ടർ അല്ലെങ്കിൽ എനിമി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് അവളെ മരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, മേ ബി പുരുഷന്മാരാകാം, അല്ലെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാവാം. അവരോടൊക്കെയാണ് അവൾ ഈ സംസാരിക്കുന്നത്. ഐ ആം യുവർ ഓപ്പസ്, ഐ ആം യുവർ വാല്യുബിൾ, ദ പ്യുവർ ഗോൾഡ് ബേബി. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു പ്യുവർ ഓപ്പസ്റ്റാണ്. അതായത് ഞാനൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്, അല്ലേ? നിങ്ങളല്ലേ എന്നെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഐ ആം യുവർ വാല്യുബിൾ, ദ പ്യുവർ ഗോൾഡ് ബേബി. വളരെ പ്യുവർ ആയിട്ടുള്ളൊരു ഗോൾഡ് ബേബിയാണ് ഞാൻ. ദറ്റ് മെൽസ് ടു എ ഷ്രീക്ക്, ഐ ടേൺ ആൻഡ് ബേൺ. ഡു നോട്ട് തിങ്ക് ഐ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഗ്രേറ്റ് കൺസേൺ. ആഷ് ആഷ് യു പോക്ക് ആൻഡ് സ്റ്റിർ, ഫ്ലെഷ് ബോൺ, ദർ ഇസ് നത്തിങ് ദർ. എന്നിട്ട് അവൾ പറയുകയാണ്, ഇനി ഞാൻ മരിക്കാൻ ശ്രമിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്, എന്നെ തന്നെ അങ്ങ് ബേൺ ചെയ്യാം. അതായത് ടു എന്താ പറയുക, മരണത്തിന് കീഴടങ്ങുന്നത് ബൈ മീൻസ് ഓഫ് ഫയർ, തീ കൊണ്ട് കത്തിയിരിയാം. അതാവുമ്പോൾ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ആഷ് അതായത് ഒറ്റ കത്തിന് പിന്നെ അങ്ങോട്ട് ആളിപ്പടർന്നങ്ങ് കത്തി അമർന്നോളും. യു പോക്ക് ആൻഡ് സ്റ്റിർ, ഫ്ലെഷ് ബോൺ, ദർ ഈസ് നത്തിങ് ദർ. ഒന്നും ഉണ്ടാവില്ല. ഒരാൾ തീയിൽ മരിച്ച് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും കളക്ട് ചെയ്യാനായിട്ടുണ്ടാവില്ല. മേ ബി എ കേക്ക് ഓഫ് സോപ്പ്, എ വെഡിങ് റിങ്, എ ഗോൾഡ് ഫില്ല്. നിങ്ങൾക്ക് എൻ്റെ ഡെഡ് ബോഡിയിൽ നിന്ന് ചിലപ്പോൾ ഒരു കേക്ക് ഓഫ് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ജ്യൂസിൻ്റെ ഇത് കൊണ്ടിട്ട് സോപ്പ് ഉണ്ടാക്കുമായിരുന്നു. ജ്യൂസിൻ്റെ ഈ ഒരു ആഷസും കാര്യങ്ങളൊക്കെ കൊണ്ടും കത്തിയാൻ വരുമ്പോൾ. അപ്പോൾ ആ ഒരു ബ്രൂട്ടാലിറ്റിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വെഡ്ഡിങ് റിങ് കിട്ടിയിട്ടുണ്ടാവും മരിക്കുമ്പോൾ. മേ ബി ഒരു ഗോൾഡ് ഫില്ലിങ്, അതായത് നമ്മൾ സ്വർണ്ണപ്പല്ലെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു ഗോൾഡ് ഫില്ലിങ് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാരത്തിൽ നിന്ന് കിട്ടും. ഹർ ഗോഡ്, ഹർ ലൂസിഫർ, ബിവെയർ. എന്നിട്ട് അവൾ ദൈവത്തെയും ലൂസിഫറിനെയും ഒരുമിച്ച് പറയണം. രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്, ദൈവത്തിനോടും ലൂസിഫറിനോടും പറയാണ്, ബിവെയർ, അത് നോക്കിയിരുന്നു, ജാഗ്രത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവകാശപ്പെട്ട ആളല്ല. ബിക്കോസ് ഞാനെന്ന് പറയുന്നത് ഐ എം എ പേഴ്സൺ, എന്താ പറയുക, സംതിങ് ബിയോണ്ട് ഡെത്തിന് ജയിച്ച ഒരാളാണ്. ഡെത്ത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ സന്തോഷത്തോടെ മരിക്കുന്ന ഒരാളാണ്. സോ ഗോഡിനും അവകാശപ്പെട്ടതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശപ്പെട്ടതാണ്. ലൂസിഫറിന് അവകാശപ്പെട്ടതാണോ എന്ന് വെച്ചാൽ അവകാശപ്പെട്ടതാണ്. പക്ഷെ അവൾ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ബിവെയർ ആയിരിക്കുക. ഔട്ട് ഓഫ് ദി ആഷ് ഐ റൈസ് വിത്ത് മൈ റെഡ് ഹെയർ ആൻഡ് ഈറ്റ് മെൻ ലൈക്ക് എയർ. ഞാൻ എൻ്റെ ഈ ചാമ്പലായ ഈ ചാരത്തിൽ നിന്ന്, ഈ ആഷിൽ നിന്നും ഞാൻ എണീറ്റ് വരും. ആൻഡ് ഐ റൈസ് വിത്ത് മൈ റെഡ് ഹെയർ ആൻഡ് ഈറ്റ് മെൻ ലൈക്ക് എയർ. അതായത് നമ്മൾ ഈ മരണത്തിൽ നിന്ന് ജയിച്ചു വരുന്ന അല്ലെങ്കിൽ ചാരത്തിൽ നിന്ന് വരുന്ന ആ ഒരു പക്ഷിയാണല്ലോ ഫിനിക്സ് പക്ഷി. ആ ഫിനിക്സ് പക്ഷിയുടെ ഒരു ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ മരണത്തെയും ജയിച്ചു, അതും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയുക, ഓവർകം ചെയ്ത് വരുന്നൊരു ക്രിയേച്ചറാണ്. അപ്പം ദൈവത്തിനും പിശാചിനും ഒന്നും എന്നെ അവകാശമില്ല. ഞാനെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഐ എം നോട്ട് ബിലോങ്സ് ടു ഗോഡ് ഓർ ദി ഈവിൾ. രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. സോ ഞാൻ വീണ്ടും തിരിച്ചു വരും. ഞാൻ ഈ മെന്നിനെയൊക്കെ ഞാൻ കഴിക്കും, തിന്നും എന്ന് പറയുന്നത്. ബിക്കോസ് അവൾക്ക് എന്തോ ഒരു പ്രതികാര ബുദ്ധി അവിടെ വീണ്ടും അവൾ കാണിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വർക്ക് എൻഡ് ചെയ്യുന്നത്. ഇനി ഐ എം മൂവിങ് ടു ദി അനാലിസിസ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഐ എം ഫേസ്റ്റ്ലി ഡീലിംഗ് വിത്ത് ദി മേജർ തീംസ്. ഫസ്റ്റ് വൺ ഈസ് ഡെത്താണ്. ഓൾമോസ്റ്റ് നമുക്കറിയാം, ഒബ്വിയസ്ലി ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് ഡെത്താണ്. ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ
ഷീ ട്രൈസ് ടു ഡൈ ഫോർ മൾട്ടിപ്പിൾ ടൈംസ്, ഒരുപാട് പ്രാവശ്യം മരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അതുപോലെ റിസറക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷീ ഈസ് ആക്ച്വലി ഗിവിങ് ഇമ്പോർട്ടൻസ് ഓർ ഗിവൻ ഇമ്പോർട്ടൻസ് ടു പേഴ്സണൽ സഫറിങ് ഉണ്ട്. അവളുടെ വെഡ്ഡിങ് റിങ്ങിൻ്റെ കാര്യം പറയുന്നത്. എൻ്റെ വെഡ്ഡിങ് റിങ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയേക്കാം, ബിക്കോസ് വെഡ്ഡിങ് റിങ്ങിനൊക്കെ അത്രയേ ഉള്ളൂ പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പം അവളുടെ പേഴ്സണൽ സഫറിങ്ങും ഉണ്ട്. ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഡെത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഒരു ലേഡി വന്നിരിക്കുന്നത്, ദാറ്റ് ജൂയിഷ് ലേഡി. ആൻഡ് സെക്കൻഡ് തീം എന്ന് പറയുന്നത് ഒപ്രഷനാണ്. അതായത് വി ക്യാൻ സീ ദാറ്റ് എ പെർസ്പെക്റ്റീവ് ഓഫ് എ വുമൺ ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. ഞാൻ ഈ ഒരു പോം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, നമ്മളുടെ ഈ ഒരു റൈറ്റർ ഓർ ദി പോയിറ്റ് സിൽവിയ പ്ലാത്ത്, അവരുടെ ഫാദർ എന്ന് പറയുന്ന ഹീ ഈസ് എ പേഴ്സൺ ഹു ഹാസ് ജർമ്മൻ റൂട്ടിലുള്ള അല്ലെങ്കിൽ ജർമ്മൻ ഒറിജിൻ ഉള്ള ഒരാളാണ്. സോ ആ ഒരു വളരെ മോശമായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡിൽ തന്നെ അവൾക്ക് ആ ഒരു മെൻ്റൽ ട്രോമയുണ്ട്. ആൻഡ് ആഫ്റ്റർ മാരേജ് ഫ്രം ഹർ ഹസ്ബൻഡ് ടെഡ് ഹ്യൂഗ്സ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെയിൽ സൊസൈറ്റിയുടെ ആ ഒരു കുത്തക, ആ ഒരു മൊണോപ്പൊളി, അത് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഒപ്രഷൻ ആസ് എ വൈഫ് എന്നുള്ള രീതിയിലും ആസ് എ ഡോട്ടർ എന്നുള്ള രീതിയിലും. സോ വി ക്യാൻ സീ എ പെർസ്പെക്റ്റീവ് ഓഫ് എ വുമൺ in a male dominated society. Then we can see victimization എന്ന് പറയുന്നത് ഷീസ് ലൈക്ക്, നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇര എന്നൊക്കെ നമ്മൾ പറയും. അതായത് അഗെയിൻ വീണ്ടും സെയിം കോൺസെപ്റ്റാണ്. ഷീസ് എ വിക്ടിമൈസേഷൻ ഓഫ് പേട്രിയാർക്കി. അതായത് ഫാദറിൻ്റെ ആ ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ചൈൽഡ്ഹുഡ്, അതിൻ്റെ ഒരു വിക്ടിമൈസേഷനാണ് അവൾ. അതിൽ നിന്നുമാണ്, അല്ലെങ്കിൽ മാരിഡൽ ലൈഫിലേക്ക് വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ, അപ്പോൾ അതിൽ നിന്നാണ് ഷീ കംസ് ടു ദിസ് പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ദാറ്റ് ഈസ് സൂയിസൈഡ്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു തീമായിട്ട് നമുക്ക് പറയാം. ദെൻ ഇതിൽ പറയുന്ന മെയിനായിട്ടുള്ളൊരു മേജറായിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹോളോകോസ്റ്റ് ഇമേജറിയാണ്. അതായത് നമ്മുടെ ജർമ്മനി വാസ് അണ്ടർ ദി എന്താ പറയുക കൺട്രോൾ ഓഫ് ഹിറ്റ്ലർ, അല്ലെങ്കിൽ ആ ഒരു റൂളിനെ ഭയങ്കരമായിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെ ജ്യൂസിനെ എന്താ പറയുക ഭയങ്കര മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരുന്നു. അപ്പം അവരെ എന്താ പറയുക വളരെ, അതായത് വെറുതെ എന്താ പറയുക കൊല്ലുകയല്ല ചെയ്യുന്നത്, വളരെ ക്രൂവലായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബ്രൂട്ടലായിട്ട് അവരെ പീഡിപ്പിച്ച് എങ്ങനെ അവരെ എന്താ പറയുക പേഴ്സണലി, മെൻ്റലി, ഫിസിക്കലി എങ്ങനെ അവരെ വേദനിപ്പിച്ച്, അത്രയും വേദനിപ്പിച്ച് അവരെ കൊല്ലാം, അങ്ങനെ കൊന്ന് രസം കണ്ടെത്തുന്ന ഒരു ടൈം പീരീഡ് ആയിരുന്നു അത്. സോ അതുകൊണ്ട് തന്നെ നാസി ലാംഷെയ്ഡ് എന്ന് പറയുന്നൊരു ഇമേജറി അവിടെ പറയുന്നുണ്ട്. അതായത് ഈ ജ്യൂസ്, അതായത് ദ നാസീസ് മെയ്ഡ് ലാംപ് ഷെയ്ഡ് വിത്ത് ദ സ്കിൻ ഓഫ് മർഡേർഡ് ജ്യൂസ്. അത് മരിച്ചുപോയ ജ്യൂസിൻ്റെ സ്കിൻ എടുത്തിട്ട് ഈ ലാംപ് ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടി നാസീസ് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ പറയുന്നുണ്ട്. ഇറ്റ് ആക്ച്വലി ഷോസ് ഹർ മെൻ്റൽ ട്രോമ, ദ പേഴ്സണൽ ട്രോമ, അല്ലെങ്കിൽ അവളുടെ ആ ഒരു സിമ്പൽ ഓഫ് വിക്ടിമൈസേഷൻ ആണ്, അല്ലെങ്കിൽ റിസീലിയൻസ് ആണ്. അവൾ നേരിട്ട ചലഞ്ചസിനെ കാണിക്കാനാണ് ആ ഒരു നാസി ലാംഷെയ്ഡിൻ്റെ ഇമേജസ് കാണിച്ചിരിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ജൂയിഷ് ലിനൻ എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ലിനൻ ദാറ്റ് ജൂതന്മാർ ധരിച്ചിരുന്ന ആ ഒരു ലിനൻ ക്ലോത്താണ് പറയുന്നത്. ഇറ്റ് എംഫസൈസിങ് ഹെർ സെൻസ് ഓഫ് ബീയിങ് എ വിക്ടിം ആൻഡ് ഒബ്ജക്റ്റിഫൈഡ്. അവളൊരു ഇരയായിരുന്നു, അല്ലെങ്കിൽ അവൾ ഒബ്ജക്റ്റിഫൈഡ് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ജൂയിഷ് ലിനൻ കൊണ്ട് എന്നെ കവർ ചെയ്തിരിക്കുന്നു, അത് മാറ്റൂ എന്നൊക്കെ, അൺറാപ്പ് ചെയ്യൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബിബ്ലിക്കൽ റെഫറൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബൈബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലാസറസ് എന്ന് പറയുന്നത്. ബിക്കോസ് ലാസറസ് എന്ന് പറയുന്ന ക്യാരക്ടർ ജീസസ് ക്രൈസ്റ്റ് എന്താ പറയുക നാട്ടിലില്ലായിരുന്ന സമയത്താണ് ലാസറസ് മരിക്കുന്നതും. അങ്ങനെ ജീസസ് ക്രൈസ്റ്റ് തിരിച്ച് നാട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് ലാസർ മരിച്ചിട്ട് ഇത്രയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്മെല്ലും, അതായത് ഡെഡ് ബോഡി ഡീക്കേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് യേശു, അതായത് ജീസസ് ബൈബിളിൽ കരയുന്ന ഒരേ ഒരു രംഗമുള്ളൂ, ഏറ്റവും മനസ്സ് നീറി കരയുന്നത് വേറൊരാൾക്ക് വേണ്ടി, അത് ലാസറിന് വേണ്ടിയാണ്. ബിക്കോസ് സമയത്തെത്താൻ തനിക്ക് കഴിഞ്ഞില്ല, ലാസർ മരിച്ചുപോയി, ലാസറിൻ്റെ സിസ്റ്റേഴ്സ് കരയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ലാസറിന് ആ ഒരു വിഷമത്തിലാണ് ലാസറിനെ ജീസസ് ഉയർപ്പിക്കുന്നത്.
അപ്പോൾ ഇവിടെ ബിബ്ലിക്കൽ റെഫറൻസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലേഡി ലാസറസ് ആണ് എന്നുള്ളൊരു ഞാനൊരു ലേഡി ലാസറസ് ആണ് എന്നാണ് സ്പീക്കർ അവകാശപ്പെടുന്നത്. ബട്ട് അങ്ങനെയാണെങ്കിലും ലാസറസ് റിസറക്ഷൻ എന്ന് പറയുന്നത് ബൈബിളിൽ ഭയങ്കര ജോയിയസ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. ബൈബിളിൽ ദൈവം കാണിച്ചത് അല്ലെങ്കിൽ ജീസസ് കാണിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക റിസ്കി ഫാക്ടറുള്ള ഒരു അത്ഭുതം, ഒരു മിറാക്കിളാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. അത് ബൈബിളിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ജോയിയസ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സ്പീക്കറിന് ആ ഒരു റിസറക്ഷൻ വേണ്ട എന്നുള്ളതാണ്. ഷീ വാണ്ട്സ് ടു ഡൈ. ആ ഒരു ഡിഫറൻസ് ഇവിടെയുണ്ട്. അവിടെ റിസറക്ഷൻ ഒരു ജോയ് ആണെങ്കിലും ഇവിടെ റിസറക്ഷൻ ജോയ് അല്ല, വിഷമാണ്. കാരണം നമ്മുടെ സ്പീക്കർ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. ദെൻ ഞാൻ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ പറഞ്ഞിരുന്നു ദിസ് പെർട്ടിക്കുലർ റൈറ്റർ ഷി ബിലോങ്സ് ടു കൺഫെഷണൽ പോയട്രി. അപ്പോൾ എന്താണ് കൺഫെഷണൽ പോയട്രി ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു. കൺഫെഷണൽ പോയട്രി ഈസ് എ സ്റ്റൈൽ ഓഫ് പോയട്രി ദറ്റ് എമേർജ്ഡ് ഇൻ US ഡ്യൂറിങ് ദി ലേറ്റ് 1950s ആൻഡ് ഏർലി 1960s. അതായത് ഒരു US നമ്മുടെ സിൽവിയ പ്ലേത്ത് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററാണെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ആൻഡ് ഈ ഒരു സ്റ്റൈൽ ഓഫ് പോയട്രി, ഇങ്ങനെ ഒരു എഴുത്ത് കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ലേറ്റ് 1950s അല്ലെങ്കിൽ ഒരു ഏർലി 1960s ആ ഒരു ടൈം പീരീഡിലാണ് വരുന്നത്. ഇനി എന്താണ് ഈ ഒരു കവിതകൾ അല്ലെങ്കിൽ ഈ ഒരു റൈറ്റിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ, അതായത് കൺഫെഷണൽ പോയറ്റ്സ് എന്ന് പറയുന്നത് അവരെപ്പോഴും എഴുതുന്നത് മേ ബി ബേസ്ഡ് ഓൺ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ട്രോമ ആയിരിക്കാം, മേ ബി അവരുടെ മെൻ്റൽ ഇൽനെസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ബ്രോക്കൺ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആവാം, അല്ലെങ്കിൽ അവരുടെ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആവാം, ഓർ ഹാപ്പി റിലേഷൻഷിപ്സ് ആവാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസസ് ആവാം. അവർക്ക് മൈൻഡിൽ വരുന്ന സൈക്കോളജിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മേ ബി ബേസ്ഡ് ഓൺ ദെയർ സെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് കംസ് ടു സൂയിസൈഡ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. സോ ഈ ഒരു പേഴ്സണൽ റൈറ്റിങ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റൈറ്റിങ്സിനാണ് നമ്മൾ കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത്. ദ വേർഡ് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഏറ്റുപറയുക അല്ലെങ്കിൽ കുമ്പസാരം എന്നാണ് പറയുന്നത്. ദേ ആക്ച്വലി ടെല്ലിങ് ദെയർ ലൈഫ്, അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് അവർ കൂടുതൽ പറയുന്നത്. അതല്ലാതെ ഇമാജിനറി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഫാൻറ്റസി, അത് വളരെ കുറവായിരിക്കും. ദേ ആക്ച്വലി ഗിവൻ ഇമ്പോർട്ടൻസ് ടു ദെയർ പേഴ്സണൽ ലൈഫ് ആൻഡ് ഓൾസോ ദി പീപ്പിൾ ഹു കംസ് അറൗണ്ട് ദെയർ ലൈഫ്. അവരുടെ ലൈഫിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുടെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന പേഴ്സണൽ കാര്യങ്ങൾ. ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ പോയട്രി ഈസ് കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ ദി പേഴ്സണൽ ഓർ എന്നുള്ള ഫാക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കൺഫെഷണൽ പോയട്രി. ഫോർ എക്സാമ്പിൾ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മാധവിക്കുട്ടി അവരൊരു കൺഫെഷണൽ പോയറ്റാണ്. അതുപോലെ ഒത്തിരി കൺഫെഷണൽ പോയറ്റ്സ് ഉണ്ട്, ബട്ട് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തു എന്ന് മാത്രം. So that is what is about confessional poetry. I know this video is very lengthy, but എന്താ പറയുക പാർട്ടായിട്ട് ഇടാനായിട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. So that's why I deal everything in one video. So I think you enjoy the video. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.